വെൽക്കം ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാനും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാനും വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫോഴ്സ്. നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ബാലൻസ്ഡ് ഫോഴ്സും അൺബാലൻസ്ഡ് ഫോഴ്സും. പേരിൽ തന്നെ ഉണ്ട് ബാലൻസ്ഡ് ഫോഴ്സ് ബാലൻസ്ഡ് ആണ്, അൺബാലൻസ്ഡ് ഫോഴ്സ് അൺബാലൻസ്ഡ് ആണ് അല്ലേ. നമുക്കത് കൃത്യമായിട്ട് നമ്മൾ ആ പേര് പറയുമ്പോൾ നമ്മളെ മൈൻഡിലോട്ട് അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വരും. സോ ഞാനിവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, മക്കളെ നോക്കണം. ഫസ്റ്റ് കേസിൽ നോക്കിയോ അല്ലേ, നമ്മളൊരു വടം വലി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. രണ്ട് സൈഡിൽ നിന്നും എന്താണ് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് സൈഡിൽ നിന്നും കൊടുക്കുന്ന ഫോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ മക്കൾ ഒന്ന് നോക്കിക്കേ. എത്രയാണ് ഇവിടെ രണ്ട് സൈഡിലുള്ള ഫോഴ്സ്? എത്രയാണ്? 300 ന്യൂട്ടൺ, 300 ന്യൂട്ടൺ ആണ് അല്ലേ. ഈ സൈഡിൽ നിന്ന് 300 ന്യൂട്ടൺ ആണ്, അതേസമയം ഈ സൈഡിൽ നിന്നും എത്രയാണ്? 300 ന്യൂട്ടൺ തന്നെയാണ്. Here when both sides forces are equal. So in this case we can say that the force is balanced force എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ രണ്ടാമത്തെ കേസിലോട്ട് നിങ്ങളൊന്ന് നോക്കിക്കോ അല്ലേ. നമ്മൾ ഇവിടെ എന്താണ് വടംവലി മത്സരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരാൾ മാത്രം, മറ്റേ സൈഡിൽ 3 പേരുണ്ട് അല്ലേ. ഫോഴ്സിന്റെ കേസ് നോക്കുകയാണെങ്കിലോ ഒരു സൈഡിലുള്ള ഫോഴ്സ് 100 ന്യൂട്ടൺ, 100 ന്യൂട്ടൺ മാത്രമാണ് അല്ലേ. ഇൻജസ്റ്റിസ്, അനീതിയാണ് അല്ലേ. ഇങ്ങനെയൊക്കെ നോക്കിയോ. രണ്ടാമത്തെ ഇവിടെ നോക്കിയോ, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 300 ന്യൂട്ടൺ, 300 ന്യൂട്ടൺ, ഒരുപാട് പേര് ഒരു സൈഡിലും മറ്റൊടുത്ത് ഒരാൾ ഒറ്റപ്പെട്ടുവാണ് അല്ലേ. ഇങ്ങനെയുള്ള ഫോഴ്സസിന് നമ്മൾ പറയുന്ന പേരാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. എന്താണ്? അൺബാലൻസ്ഡ് ഫോഴ്സ്. ദിസ് ടോപ്പിക് ഇസ് ക്ലിയർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, സെറ്റ്. ബാലൻസ്ഡ് ഫോഴ്സ്. എന്താ ബാലൻസ്ഡ് ഫോഴ്സ്? രണ്ട് സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സസ് വരുന്നതാണ് ബാലൻസ്ഡ് ഫോഴ്സ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വി ഹാവ് നോക്കിക്കോ അല്ലേ, നമ്മളുടെ റൈറ്റ് സൈഡിൽ നിന്നും 100 ന്യൂട്ടൺ കൊടുക്കുന്നു, അതേസമയം ലെഫ്റ്റ് സൈഡിൽ നിന്നും 100 ന്യൂട്ടൺ അല്ലേ. ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഈക്വൽ ഫോഴ്സസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ ഇവിടെയുള്ള ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി എന്തായിരിക്കും? അപ്പോൾ പലരും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാം. ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ. 100 + 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 ന്യൂട്ടൺ. ആൻസർ ഇസ് ക്ലിയർ, ഹെൻസ് പ്രൂഫ് എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. ബിക്കോസ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. എന്താ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിന്റെ ഡയറക്ഷനും കൂടെ നമ്മൾ മൈൻഡ് ചെയ്യണം. സോ ഹിയർ വി ഹാവ്, ഇവിടെ റൈറ്റ് സൈഡിൽ നിന്നാണ് 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് ഇവിടെയാണെങ്കിലോ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് 100 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നത് അല്ലേ. സോ ഹിയർ രണ്ടും എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് എന്നാണ് അല്ലേ. അപ്പോൾ ഒരാൾ +100 ആണെങ്കിൽ മറ്റേയാളെ -100 എന്ന് എടുക്കേണ്ടി വരും. ബിക്കോസ് എന്താ കാരണം? ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെറ്റല്ലേ? സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, അതാണ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തെടുക്കണം അല്ലേ? F net is equal to 100 ന്യൂട്ടൺ +-100 ന്യൂട്ടൺ. കാരണം എന്താ? ഓപ്പോസിറ്റ് സൈഡാണ്. ഒരാളെ പോസിറ്റീവ് എന്ന് എടുത്താൽ മറ്റേയാളെ നമ്മൾ നെഗറ്റീവ് എന്ന് എടുക്കേണ്ടത് നിർബന്ധമാണ്. സോ ഹിയർ വി ഗോട്ട് നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക? 100 - 100 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. So we got the answer. And always നിങ്ങൾ ശ്രദ്ധിക്കുക, ബാലൻസ്ഡ് ഫോഴ്സിന്റെ കേസിൽ നെറ്റ് ഫോഴ്സ് അല്ലേ, നമ്മുടെ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. എന്നാണ് ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ആ ഒരു പോയിന്റ് നമ്മളിങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിക്കോളും. സോ നമുക്ക് നെക്സ്റ്റ് കേസ് നോക്കാം അല്ലേ. ഹെൻസ് എന്താണ്? നമുക്ക് ബാലൻസ്ഡ് ഫോഴ്സിന്റെ കണ്ടീഷൻ തന്നെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹിയർ വി ഹാവ്, ഒരു സൈഡിലോട്ട് ഒരാൾ പിടിച്ചു വലിക്കുന്നു, മറ്റേ സൈഡിലോട്ട് മറ്റൊരാൾ പിടിച്ചു വലിക്കുന്നു അല്ലേ. രണ്ടാളും ഈക്വൽ ഫോഴ്സസ്, ഒരേ ശക്തിയുള്ള ഒരുപോലെ ശക്തിയുള്ള 2 കുട്ടികളാണ്. ഒരാൾ ഇങ്ങോട്ട് അല്ലെ, ഒരു ടേബിൾ ആണെങ്കിൽ എനിക്ക് വേണം ഈ ടേബിൾ, അപ്പുറത്തെ സൈഡിൽ നിന്ന് എനിക്ക് വേണം ഈ ടേബിൾ എന്ന് പറഞ്ഞ് 2 പേരും 2 സൈഡിലൊന്ന് പിടിച്ചു വലിക്കുകയാണ്. ആൻഡ് അവർ 2 പേർക്കും ഒരേ ശക്തിയാണ്, ഒരേ ഫോഴ്സിലാണ് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിക്കുന്നത്. സോ ദാറ്റ് 300 ന്യൂട്ടൺ. സോ ഇവിടെയുള്ള നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ F net അല്ലെ, F total is equal to, ഒരാളെ നമ്മൾ പോസിറ്റീവ് എടുത്താൽ മറ്റേ ആളെ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് എന്ന് എടുക്കണം. So we got എത്രയാണ്? 300
പ്ലസ് മൈനസ് 300 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഹെൻസ് നേരത്തെ പറഞ്ഞ അതേ കേസ് നോക്കിയോ, ബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കേസിൽ നെറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ ഫോഴ്സ് നമുക്ക് എപ്പോഴും എന്താണ് കിട്ടുക, 0 ആയിട്ടാണ് കിട്ടുക എന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കി വെക്കണം. സെറ്റല്ലേ? റെഡി അല്ലേ? സോ ഹെൻസ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആളാണ് നമ്മളുടെ അൺബാലൻസ്ഡ് ഫോഴ്സ്. എന്താണ് അൺബാലൻസ്ഡ്? പേരിൽ തന്നെ ഉണ്ട് എന്താണ്, അൺബാലൻസ്ഡ് ആണ് അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാലൻസ്ഡ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ അൺബാലൻസ്ഡ് അല്ലേ. ഈക്വൽ അല്ലാത്ത കേസെല്ലാം അൺബാലൻസ്ഡ് ആണ് അല്ലേ. ഓക്കെ, അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നോക്കിയോ, അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ലേ. നോക്കിക്കോ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു സൈഡിൽ നിന്നും 700 ന്യൂട്ടൺ 700 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അല്ലേ, മറ്റേ സൈഡിൽ നിന്നും 400 ന്യൂട്ടൺ. ഒരു ടേബിൾ ഉണ്ട് അല്ലേ, നമ്മൾ അനിയനും പിടിച്ച് വലിക്കാം, നമ്മൾ ഇത്രയും ശക്തി, നമ്മൾ അത്രയും ഫോഴ്സ് നമ്മൾ അനിയന് കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ. അവനെ കൊണ്ടാകുന്ന വിധം അല്ലേ, ഒരു 400 ന്യൂട്ടണൊക്കെ അവൻ അപ്ലൈ ചെയ്യുന്നു, നമ്മൾ ഭയങ്കര ശക്തിമാന്മാരാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ കുറച്ചധികം ഫോഴ്സ് കൊടുത്തന്നെയാണ്. ഒരു ടേബിൾ വലിക്കുകയാണ്, സ്വാഭാവികമായിട്ടും നമ്മളടുത്തേക്കാണ് ടേബിൾ വരെ, കാരണം എന്താണ്, നമ്മളാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത്. സിമ്പിൾ കാര്യം അല്ലേ. സോ നോക്കാം, അൺബാലൻസ്ഡ് ഫോഴ്സിൻ്റെ കേസിലുള്ള നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും. ഇപ്പോഴും ചില കുട്ടികൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും, ഇത് വളരെ സിമ്പിൾ അല്ലേ, 700 + 400 എന്നൊക്കെ ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും, 1100 ന്യൂട്ടൺ എന്നൊക്കെ ഹൈൻസ് പ്രൂഫ്നൊക്കെ കൊടുത്തിട്ട് അങ്ങോട്ട് കൊടുക്കും. പക്ഷെ അത് പൊട്ടത്തെറ്റാണ്. ബിക്കോസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മൈൻഡ് ചെയ്യണം. ആൻഡ് ഹിയർ അല്ലേ, ഹിയർ റൈറ്റ് സൈഡിൽ നിന്നും 700 ന്യൂട്ടൺ, ഓപ്പോസിറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നിന്നും 400 ന്യൂട്ടൺ. സോ ഒരാളെ പോസിറ്റീവ് എടുക്കണം, മറ്റേ ആളെ നെഗറ്റീവ് എടുക്കണം. സോ നമുക്കൊരു കാര്യം കണ്ടുപിടിക്കാം അല്ലേ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ നമ്മൾ എങ്ങനെ ആരെ പോസിറ്റീവ് എടുക്കുക ആരെ നെഗറ്റീവ് എടുക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, വലിയ ആളെ നമുക്ക് പോസിറ്റീവ് എടുക്കാം. 700 ± 400. ഓക്കെ, നെറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യാണ് അല്ലേ, ചെയ്യാം ആണ് അല്ലേ. പക്ഷേ നിങ്ങൾ ഈ സൈൻ എടുക്കുമ്പോൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എത്ര ആഡ് ചെയ്തിട്ടുണ്ട്, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പോയില്ലേ കാര്യം അല്ലേ. ദെൻ 700 - 400 ദെൻ വി വിൽ ഗെറ്റ് എത്ര കിട്ടും, 300 ന്യൂട്ടൺ. സിമ്പിൾ കാര്യം അല്ലേ, ഇത്ര സിമ്പിളാ. അൺബാലൻസ്ഡ് ഫോഴ്സും ബാലൻസ്ഡ് ഫോഴ്സും ഒക്കെ. ഇപ്പോൾ ഇതിൽ നിന്നും ഏത് പ്രോബ്ലം ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ആൻഡ് ഹിയർ വി ഹാവ് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം താഴെ. അപ്പം ഇതുപോലെയുള്ള നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ടോപ്പിക് അല്ലേ, പക്ഷേ നമുക്ക് MCQ ആയിട്ടും അല്ലേ, നമുക്കൊരു പ്രോബ്ലം ആയിട്ടൊക്കെ ചിലപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നേക്കാം. അപ്പോൾ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ മക്കളെല്ലാവരും ഇതിൻ്റെ ആൻസർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് അല്ലെങ്കിൽ ഫിസിക്സിൽ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ എന്ത് പറയണം, ആ ടോപ്പിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എങ്കിൽ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നമ്മൾ മാറ്റി തരുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്. ബൈ.